ഇനിയിപ്പോൾ നാട്ടിലുള്ള തിരിച്ചു പോക്ക് ചിന്തിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞില്ല. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഫാമിലിയിൽ ആരൊക്കെയാണ്? മക്കൾ 3 പേര്. മക്കളുടെ പേരെന്താ? മൂത്താൾ സുഹൈൽ, അവൻ 8ൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകളാണ് സുഹൈന, മോള് 4. ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ ആള് സുഹൈം, അവന് 4 വയസ്സ് കഴിഞ്ഞു. വൈഫിൻ്റെ പേരെന്താണ്? ഷംഷീജ. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. എല്ലാവർക്കും ഇവിടുത്തെ ലൈഫ് വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പോകണം എന്ന് പറഞ്ഞാൽ പോലും അത് പെട്ടെന്ന് താല്പര്യപ്പെടാത്ത അവരാണ്. ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടുത്തെ ലൈഫ് സിസ്റ്റമാറ്റിക് ലൈഫാണെന്നറിയാം, എന്നാൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇവിടെ തന്നെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ദോഹയിൽ എല്ലാവരും വളരെ സൗഹൃദമായിട്ട് കഴിയുന്നു. ഏറ്റവും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിനേക്കാളും വളരെ സൗഹൃദം ഇവിടെയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിവിടെ ഒരു ജാതി ഭേദ അങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങൾ ഇവിടെ ഇല്ല. ഓണമായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. വിഷു ആയാലും അല്ലെങ്കിൽ ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ കൂടുന്നു. ആ ഒരു സൗഹാർദ്ദം പക്ഷെ നാട്ടിലുണ്ടായിരിക്കാം, പക്ഷെ ഇത്ര അങ്ങോട്ട് ഒരു തുറന്നുള്ള സമീപനം ഉണ്ടല്ലോ, അത് നാട്ടിൽ വളരെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഒരുപാടുണ്ട്. അറബ്സായിട്ട് സുഹൃത്ത് ബന്ധമുണ്ട്? അറബ്സായിട്ടുണ്ട്. അറബ്സിനെ കുറിച്ച് ഒരു വാക്കിലൂടെ പറയാം. അറബ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അവരെങ്ങനെയാണ് നമ്മളോടുള്ള? എൻ്റെ ഈ ഏകദേശം ഒരു 28-29 വർഷത്തിൽ വെച്ച് എനിക്ക് അവരോട് നല്ലതേ ഉള്ളൂ. എന്നോട് ഒരാളും വളരെ മോശമായിട്ട് ഒരാളും പെരുമാറിയിട്ടില്ല. പറയുമ്പോൾ ബിസിനസ് സംബന്ധമായിട്ട് ഞങ്ങൾ പലരായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. അറബ്സിൻ്റെ കൂടെയാണ് ഞാനൊരു കൊല്ലം ഗവൺമെൻറ്റിൽ ജോലി ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ പോലും മറ്റൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് എനിക്ക് വളരെ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്നതിൻ്റെ ഈ ചുറ്റും അറബ്സാണ് താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം 7 വർഷമായി ഇവിടെ താമസിക്കുന്നത്. ഒരു പ്രയാസങ്ങളും അവർക്കൊണ്ടില്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാളും ഇരട്ടി അവർ തിരിച്ചു തരും നമുക്ക്. ഇവിടെ ഒരു വ്യവസായം തുടങ്ങാനുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലേക്കാളും വളരെ എളുപ്പമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ മാറ്റം ഉണ്ടാകാം അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇപ്പോൾ മറ്റ് ബിസിനസ്സൊക്കെ നാട്ടിലും ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊണ്ടൊന്നും ഒരു വ്യവസായം തുടങ്ങാൻ പറ്റില്ല. അതിപ്പോൾ ഇവിടെയും പറ്റില്ല ബിസിനസ് അല്ലേ? പക്ഷേ ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ് ഇവിടെ. നമ്മൾക്ക് ഒരുപാട് ആളുകൾ പോയി കൈക്കൂലി കൊടുത്തിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലൊരു ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റുന്നത്. ഇവിടെ അതൊന്നും നമുക്ക് ഡയറക്റ്റ് പോയി കാര്യങ്ങൾ ചെയ്തു വരാം. വ്യക്തമായ രാഷ്ട്രീയ ഉണ്ട്. ഏത് പാർട്ടിയാണ്? ഇവിടെ നാട്ടിലെ മുസ്ലിം ലീഗ് സംഘടന ഉണ്ടല്ലോ, അതിൻ്റെ ഗൾഫിൽ പ്രവർത്തിക്കുന്ന സംഘടന KMCC, കേരള മുസ്ലിം കൾച്ചർ സെൻറ്റർ, അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഇപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അതിനെല്ലാ തലങ്ങളിലും ഇവിടെ ആകെ ഒരു 3 ടയർ സിസ്റ്റമാണ്. മണ്ഡലം, ജില്ല, സ്റ്റേറ്റ്, ഈ 3 ലെവലിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഗൾഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KMCC എന്ന് പറയുന്നത് 100% ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾ അതിലൊരു 15,000-ഓളം മെമ്പർമാർ ഇവിടെ ഉണ്ട്. ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അതിലൊരാൾ മരണപ്പെട്ട കുടുംബത്തിന് 5 ലക്ഷം രൂപ കൊടുക്കുന്നു. പിന്നെ വേറൊരു സ്നേഹപൂർവ്വം KMCC എന്നിട്ട് മറ്റൊരു ഇതുണ്ട്. അതിൻ്റെ തുടക്കത്തിലുള്ള ചെയർമാൻ ഞാനായിരുന്നു. അതിപ്പോൾ ഇവിടുന്ന് ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയും ഒരു എയർ ടിക്കറ്റും കൊടുക്കുന്ന ഒരു പദ്ധതി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്ബാൽ ചേറ്റുവ എന്ന് പറയുമ്പോൾ ഒരു കലാകാരനാണ്, ഇവിടെ ബിസിനസ്സുകാരനാണ്, ഒട്ടേറെ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളാണ്. താങ്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഇവിടെ പൊതുവെ എനിക്ക് ഇവിടെ എനിക്ക് വേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ പലപ്പോഴും എനിക്ക് എൻ്റെ നേരെ ജ്യേഷ്ഠന്മാരാരുമില്ല, ബന്ധത്തിൽപ്പെട്ടവരും ഇവിടെ ആരുമില്ല. പക്ഷേ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം എന്നെ വളരെ ആകർഷിച്ചൊരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നെ KMCC ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, SIM ബഷീർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം നാട്ടിലും MSFൻ്റെ ഒക്കെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് നിന്നിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പലപ്പോഴും എനിക്ക് വേണ്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ ഒക്കെ ചെയ്തു തന്നിട്ടുള്ള വ്യക്തിയാണ് ഒന്ന് SIM ബഷീർ സാഹിബ്. പിന്നെ പാർട്ടിയിലുള്ള പലരും, പാറക്കൽ അബ്ദുള്ള, അങ്ങനെയൊക്കെ പറയുന്ന കുറേ വ്യക്തികളുണ്ട്. അവരൊക്കെ ഞാൻ കാണുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെക്കാളും അപ്പുറം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്മാർ എന്നുള്ള രൂപത്തിൽ എനിക്ക് വേണ്ട ചില സമയത്തൊക്കെ എനിക്ക് പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നിട്ടുള്ളത് അവരിൽ നിന്നാണ് അതൊക്കെ ഞാൻ പഠിക്കുന്നത്. ഏഷ്യ റെൻ്റെക്കാരൻ്റെ ഇനി പുതിയ പരിപാടി എന്താണ് ശരിക്കും അടുത്ത താങ്കളുടെ ഡ്രീം എന്താ? ഇനി എന്താ? ഇത് തന്നെയാണ് റെൻ്റെക്കാരൻ്റെ തന്നെ ഒരു ബ്രാഞ്ചും കൂടി ഞാൻ വേറൊരു ഓഫീസ് നോക്കിയിട്ടുണ്ട്. എൻ്റെ ഫീൽഡ് അത് തന്നെയാണ്. കാരണം എനിക്ക് അറിയുന്നത് ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച ആളാണ് ഞാൻ. പഠിച്ചു കഴിഞ്ഞു. അത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു തുടങ്ങാൻ മറ്റുള്ള ബിസിനസ് പോലെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് വേണ്ട. ഈ ബാങ്കിലൊക്കെ ആയിട്ട് ഇപ്പോഴും നമുക്കുള്ളൊരു കുറേ
ഇതുണ്ട്. ഇപ്പം എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയം, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെക്കാളും നേരത്തോടെ ഞാനാണ് ഫീൽഡിൽ വന്നെങ്കിലും എന്നെക്കാളും ഒരുപാട് കൂടുതൽ ഡെവലപ്പ് ചെയ്ത ഒരു ബിസിനസ് നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി. അപ്പോൾ അദ്ദേഹം നിർദ്ദേശമൊക്കെ പ്രകാരം നമുക്ക് അറിയുന്നൊരു ജോലി ചെയ്യലാണ് എപ്പോഴും നില. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പുള്ളിയോടൊക്കെ പോയി കാര്യങ്ങൾ ചോദിക്കും ഈ ഫീൽഡിലുള്ളത് കൊണ്ട്. ഈ തിരക്കിനിടയിൽ നാട്ടിലേക്കൊക്കെ ഉള്ള യാത്ര ഈ സമയത്തൊക്കെയാണ്? നാട്ടിൽ ജസ്റ്റ് ഇങ്ങനെ പോയി 2-3 ദിവസമൊക്കെ നിന്നിട്ട് പോരുക. ഇവരെ കൂടെ പോയാൽ പോലും ഇവരോട് ആക്കി കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോരുകയുള്ളൂ. കൂടുതൽ ദീർഘിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്കൊരു ഉത്തരവാദിത്തപ്പെട്ട വർക്ക് എയർപോർട്ടിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവരുടെ പാസിനായിട്ടും മറ്റു കാര്യങ്ങളായിട്ട് ഞാൻ പലതും സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഏറ്റവും കൂടിയാൽ ഇപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നത് 10 ദിവസമൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ തിരിച്ചു പോരും. ഇപ്പോൾ ഞാനിവിടെ പല ബിസിനസ്സുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു മഹാസംഭവമാണ് വേൾഡ് കപ്പ് അല്ലേ? ആ വേൾഡ് കപ്പിൻ്റെ ഒരു കൺഫർമേഷൻ ഏകദേശം ഡിസംബറിൽ അറിയാം. ഒരു പക്ഷേ അത് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ഖത്തറിലാണെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും ഖത്തറിൻ്റെ ഒരു ആഫ്റ്റർ 10 years എവിടെ എത്തും ഖത്തർ? ഞങ്ങളെ ബിസിനസ് മാത്രമല്ല, 10 വർഷത്തിന് ഇവിടുത്തെ എല്ലാ ബിസിനസ്സുകാർക്കും തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരില്ല. അതൊന്ന് ഡിസംബറിന് ശേഷം അത് ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ല, ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഖത്തർ ഇപ്പോൾ ഇന്ന് നിങ്ങളിപ്പോൾ ചിത്രം എടുത്ത് വെച്ചോ, 10 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു ഭയങ്കര മാറ്റമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് പ്രകാരം പല ഏരിയകളിലും വരാൻ പോകുന്ന 5 സ്റ്റാറും 7 സ്റ്റാറും ഹോട്ടലുകൾ, അതേപോലെ തന്നെ മറ്റ് ബിസിനസ്സുകൾ ഇവിടെ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് കമ്പനികളുടെ എൻക്വയറി വന്ന് കിടക്കുന്നുണ്ട്. പല കമ്പനികളും ഈ വർക്കിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അവർക്ക് വേണ്ട വണ്ടികളുടെ, ഇപ്പോൾ ഞങ്ങളുടെ ഫീൽഡ് അതാണല്ലോ, ഇപ്പോൾ ഞങ്ങൾക്കുള്ള കൊട്ടേഷൻ ചോദിച്ചിട്ടും മറ്റൊക്കെ. പക്ഷെ ഒക്കെ എല്ലാവർക്കും ഡിസംബറിന് ശേഷം അറിയാൻ പറ്റും, അപ്രൂവൽ ആക്കുള്ളൂ. അതിൻ്റെ ലിസ്റ്റും മറ്റൊക്കെ തരൂ, ചാർജൊക്കെ തരൂ. അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ ഖത്തറിലായിരിക്കും അല്ലേ? ഇവിടെ കണ്ട് ഇവർക്ക് അത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം വെച്ചാൽ ഏഷ്യാഡ് ഇത്ര ഭംഗിയായി നടന്നിട്ട് ഇതുവരെ നടന്നതിൽ ഏറ്റവും ഭംഗിയായി നടന്നിട്ടുള്ള ഖത്തറിലാന്നുള്ളത് ഒരു 10-28 വർഷം ഖത്തറിൽ ജീവിച്ചത് കൊണ്ട് ഇവിടുത്തെ നമ്മളൊരു പോറ്റുമ്മ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു എന്നൊക്കെ നമ്മൾ ചെയ്യുന്ന നാട്. ആ നാട് ഇത്രയും ഭംഗിയായിട്ട് ആ ഏഷ്യാഡ് നടത്തിയത് ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. എന്തായാലും ഇക്ബാൽജിയായിട്ട് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഇത്രയും സമയം, ഇവിടെ തിരക്കേറിയ ബിസിനസ്സുകാരനാണ്, കലാകാരനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്, ബിസിനസ്സുകാരൻ എന്ന് അറിയപ്പെടുന്നതിനേക്കാളും നല്ല കലാകാരനായിട്ട് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ കലാകാരനായിട്ട് അറിയപ്പെടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. ബിസിനസ്സിലും കലാരംഗത്തും ഒരുപാട് സന്തോഷം, ഒത്തിരി ആശംസകൾ. എന്നേക്കാളും തിരക്കുള്ള ജീവിതം നിങ്ങളേത് എന്നൊക്കെ എനിക്കറിയാം. അതിനിടയിൽ എന്നെ ഇങ്ങനെ വിളിക്കുകയും ഇവിടെ വരികയും ഇതൊക്കെ ചെയ്യുകയും ചെയ്ത നിങ്ങൾക്കാണ് ഞാൻ നന്ദി പറയേണ്ടത്. താങ്ക്സ്. ഇക്ബാൽ ചേറ്റുവയുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടേറെ വിശേഷങ്ങൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു. ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു ദോഹയിലെ വ്യവസായിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ചോദ്യം ഇതാണ്: രാഷ്ട്രീയക്കാരനല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തിയ വ്യക്തി ആരാണ്? ചോദ്യം ഒന്നുകൂടി: രാഷ്ട്രീയക്കാരനല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തിയ വ്യക്തി ആരാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.